الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനും പെരുന്നാളും 6 നോമ്പൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആരോഗ്യത്തോടു കൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം വളരെ മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് പാലിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഏറ്റവും ലളിതമായൊരു കാര്യമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തൻ്റെ റിസ്ക്കിൽ വിശാലത കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുൻസഅ ലഹു ഫീ ഉംരിഹി, തൻ്റെ ആയുസ്സിൽ ദൈർഘ്യം കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ടാമത് പറഞ്ഞത് വൽ യസിൽ റഹിമഹു, അവനവൻ്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിൻ്റെ റിസ്ക് ലഭിക്കാൻ അള്ളാഹു കുറേ അസ്ബാബുകൾ, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. അതേപോലെ തന്നെ ആയുസ് ദീർഘിച്ച് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊരു സബബാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമായി കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തൊരു കാലം. സ്വന്തം മാതാപിതാക്കളെ പോലും ക്രൂരമായി കൊല ചെയ്യാൻ
ഒരു മടിയുമില്ലാത്ത, ഒരു കമ്മിറ്റ്മെന്റുമില്ലാത്ത ഒരു തലമുറയാണ് നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധം മുറിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന 10ഓളം അപകടങ്ങൾ പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഖുത്ബയിലൂടെ ഈ 10 അപകടങ്ങളും നമ്മൾ പഠിക്കുകയാണ്. ഒരു ഖുത്ബ എന്ന് പറയുന്നത്, ഒരു ജുമാ ഖുത്ബ എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ഒരു അവസരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, കുടുംബമായി ജീവിച്ചാൽ മാത്രമേ മനുഷ്യന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല, സമൂഹത്തിന്റെ ഭാഗമായി, കുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കേണ്ടവനാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം ചേർക്കുക വഴി നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബോധവാന്മാരാണ്. അതിലേറ്റവും പ്രധാനമായി കുടുംബ ബന്ധം മുറിക്കുക വഴി വരാനിരിക്കുന്ന ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാവലാണ് കുടുംബ ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ മുറിച്ചു കളയുന്നതിനെ സൂക്ഷിക്കണം. വലാകിൻ ബിർറൂഹ വസിലൂഹ, നിങ്ങൾ കുടുംബത്തോട് നന്മ ചെയ്യണം, ആ ബന്ധങ്ങളെ നിങ്ങൾ ഇണക്കി ചേർക്കണം എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണമെന്ന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുക, എനിക്കൊരുപാട് കുടുംബക്കാരുണ്ട്, ആരോടൊക്കെ ഞാൻ ഈ റമദാനിലൂടെ, പെരുന്നാളിലൂടെ എനിക്ക് ബന്ധം ചേർക്കാൻ പറ്റി? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചൊരു സബബാണ്, അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. ഹറാം എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ട്. ഒന്ന്, നിർബന്ധമായും ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. 5 നേരത്തെ നിസ്കാരം അത് നിർബന്ധമാണ്, അതൊരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. ഒരാൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ അത് അയാൾക്ക് ഹറാമാണ്, അയാൾക്ക് നിർബന്ധമായും അയാൾ ഹറാമാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബ് നമ്മൾ ഓർമ്മപ്പെടുത്തി ഇത് ഹറാമാണ്. കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത്, അത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. ഒരാൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്. അയ്യുൽ അഅ്മാലി അബ്ഗദു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഏതാണ് എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത് വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നബിയെ പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കലാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത്. വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തിന്മ കൽപ്പിക്കലും നന്മയെ വിലക്കലുമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തത്, കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട സഹാബിമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന അഅ്മാല ബനി ആദം, മനുഷ്യ സന്തതികളുടെ പ്രവർത്തനങ്ങൾ, തുഅറദു കുല്ലു ഖമീസിൻ ലൈലത്തൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും അള്ളാഹുവിലേക്ക് ഉയർത്തുന്നുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആഴ്ചയിൽ 2 ദിവസമാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നത്. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ യുഖ്ബലു അമലുൻ ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമ്മുടെ ദിക്റുകൾ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് ദുആ ചെയ്തത്, ഇതൊന്നും അള്ളാഹുവിലേക്ക് ഉയരൂല നമ്മുടെ കുടുംബ ബന്ധം മുറിച്ച്. റമദാനിൽ ഞാനുങ്ങളൊക്കെ റമദാനിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ എത്ര നേരം വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തു, എത്ര പ്രാവശ്യം ദിക്റുകൾ ചൊല്ലി, എത്ര ദുആകൾ നടത്തി, എത്ര നന്മകൾ നമ്മൾ ചെയ്തു. നമ്മൾ രഹസ്യമായി കൊടുത്ത നമ്മുടെ സക്കാത്തും നമ്മുടെ സദഖകളും ഇതൊന്നും റബ്ബിലേക്ക് ഉയരാൻ, റബ്ബിലേക്ക് സ്വീകരിക്കുന്നതിന് കുടുംബ ബന്ധം അത് മുറിച്ചവന് തടസ്സമാണെന്ന് പറയുമ്പോൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത്. നാലാമത്തെ കാര്യം, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന ചില തിന്മകളുണ്ട്. അതിലൊന്നാണ് കുടുംബ ബന്ധം മുറിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദംബാനി മുഅജ്ജലാനി ലാ യുഅഖറാൻ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന രണ്ട് തിന്മകളുണ്ട്, അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിച്ചു കളയുകയില്ല. അതിലൊന്ന് അതിക്രമമാണ്, രണ്ടാമത്തത് വഖതീഅതു റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സകല അനുഗ്രഹങ്ങളും അവൻ തടയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ്. അത് പറയും, മൻ വസലനി വസലഹുല്ലാഹ്, ആരാണോ എന്നോട് കുടുംബ ബന്ധം ചേർക്കുന്നത് അള്ളാഹു അവനുമായി ബന്ധം ചേർക്കും. മൻ ഖതഅനി, ആരാണോ എന്നോട് ബന്ധം മുറിക്കുന്നത് ഖതഅഹുല്ലാഹ്, അള്ളാഹ് അവനോട് ബന്ധം മുറിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധം മുറിച്ചാൽ നമുക്കവിടെ ജീവിക്കാൻ പറ്റൂല. ഞാനുങ്ങളും എല്ലാ പ്രഭാതത്തിലും അള്ളാഹുവിനോട് തേടുന്ന തേട്ടം എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എൻ്റെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, അല്ലാഹുവേ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, എനിക്കെന്നെ നോക്കാൻ കഴിയില്ല. നിന്റെ റഹ്മത്തും നിന്റെ ബറക്കത്തും നിന്റെ കാരുണ്യവും നിന്റെ നോട്ടവും അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുടുംബ ബന്ധം മുറിച്ചവനോട് അല്ല ബന്ധം മുറിക്കും, കുടുംബ ബന്ധം ചേർത്തവനോട് അല്ല ബന്ധം ചേർക്കും. നമ്മൾ ആലോചിക്കണം, ഇതിലേതിനാണ് നമ്മൾ പെടുന്നത്? നമ്മളോട് റബ്ബ് ബന്ധം ചേർക്കുമോ? അള്ളാഹുവിന്റെ പരിഗണന നമുക്ക് ലഭിക്കുമോ? നമ്മൾ ആലോചിക്കണം. ഇബ്നു ഹജർ തങ്ങൾ ഈ ആയത്തിന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ചവനോട് അല്ല ബന്ധം മുറിക്കുമെന്ന് പറഞ്ഞാൽ കിനായത്തുൻ അൻ ഹിർമാനിഹി വ ഇഹ്സാനിഹി, അതൊരു പ്രയോഗമാണ്. അവൻ അല്ലാഹു നന്മ ചെയ്യുകയില്ല, അവൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്യുകയില്ല, എല്ലാത്തിൽ നിന്നും എല്ലാ നന്മയിൽ നിന്നും അല്ലാഹു അവനെ തടയും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, ആറാമത്തെ കാര്യം, ദുനിയാവിലും പരലോകത്തും വലിയ നഷ്ടക്കാരാണ് കുടുംബ ബന്ധം മുറിച്ചവരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യൻഖുദൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ കരാർ ലംഘിച്ച ആളുകൾ, അല്ലാഹുവിന്റെ കരാറുകൾ ലംഘിച്ചവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ച് കളഞ്ഞവർ, വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ദുനിയാവിലെ നഷ്ടക്കാർ, അവരാണ് നഷ്ടക്കാർ. ഈ ആയത്തിന് തഫ്സീർ ചെയ്ത പണ്ഡിതന്മാർ പറയുന്നു, അൽ ഖാസിറൂന ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല അവർ നഷ്ടക്കാർ, ആഖിറത്തിലും നഷ്ടക്കാരാണ്. കുടുംബ ബന്ധം മുറിച്ചവൻ ദുനിയാവിൽ മാത്രമല്ല
ആഖിറത്തിലും നഷ്ടക്കാരാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുവാനാകട്ടെ. ആലോചിച്ചു, ദുനിയാവിലും നഷ്ടക്കാരാണ്, ആഖിറത്തിലും നഷ്ടക്കാരാണ്. ഏഴാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാകും കുടുംബ ബന്ധം മുറിച്ചവന്. സൂറത്തുർ റഅദിലെ 25-ാമത്തെ വചനം, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനോട് കരാർ ചെയ്തതിനു ശേഷം അല്ലാഹുവിനോടുള്ള കരാർ ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ, ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്, വലഹും സൂഉദ്ദാർ, അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട ഭവനമുള്ളത്. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള കരാറുകൾ ലംഘിച്ചവർ, അള്ളാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവർ, അവർക്ക് എന്താ ഉള്ളത്? ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത്. എന്താണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അത്റദു മിൻ റഹ്മത്തില്ല, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്നുള്ളതാണ്. ഒരു റമദാനിൽ മെമ്പറിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ പ്രശ്നം എന്നറിയോ? ക്യാൻസർ വന്നിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയം. 1.5 മണിക്കൂർ സമയം ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിലേക്ക് എത്താൻ. ആലോചിക്കുക. നമ്മളൊക്കെ ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇത്ര മനോഹരമായി ശരീരത്തെ തന്നത് ആരാണ്? അല്ലാഹുവാണ്. അവന്റെ ബറക്കത്തില്ലാതെ, അവന്റെ റഹ്മത്തില്ലാതെ, അവന്റെ പരിഗണനയില്ലാതെ, അവന്റെ നോട്ടമില്ലാതെ എങ്ങനെയാണ് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക? അല്ലാഹ് പറയാൻ, അള്ളാഹുവിന്റെ ശാപം അത് ഇറങ്ങി വരാൻ കാരണമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത്. എന്തിനാ ജ്യേഷ്ഠൻ അനിയനോട് തെറ്റിയത്? ഒരു നിസ്സാര പ്രശ്നത്തിനാണ്. എന്തിനാ ജ്യേഷ്ഠത്തെയും അനിയത്തെയും മിണ്ടാത്തത്? എന്തിനാ എളാപ്പയും മൂത്താപ്പയും മിണ്ടാത്തത്? ദുനിയാവിലെ നിസ്സാരമായ പറമ്പിന്റെ, സ്ഥലത്തിന്റെ, പണത്തിന്റെ, ഒരു തെങ്ങിന്റെ 5 സെന്റിന്റെ പേരിലല്ലേ മനുഷ്യന്മാരിന്ന് തെറ്റിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊന്നും നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. കുടുംബ ബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ ബറക്കത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് പിന്നെ അവന് ലഭിക്കുകയില്ല, അവന് തടയപ്പെടുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, 8ാമത്തെ കാര്യം, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല വൃത്തികേടുകൾ സമൂഹത്തിൽ പ്രകടമാകുന്നത് വരെ. വൃത്തികേടുകൾ സമൂഹത്തിൽ ഇന്ന് പ്രകടമാണ്. പരസ്യമായി വ്യഭിചരിക്കുന്നു, പരസ്യമായി മദ്യപിക്കുന്നു, പരസ്യമായി സ്വന്തം മാതാവിനെ ക്രൂരമായി മകൻ കുത്തിക്കൊലപ്പെടുത്തുന്നു. തിന്മകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കയുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറയാൻ, കുടുംബ ബന്ധം മുറിക്കും. ഒരു സങ്കോചവും ഇല്ലാതെ കുടുംബ ബന്ധം മുറിച്ചു കളയും. അങ്ങനത്തെ ഒരു കാലം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 9ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ കുടുംബ ബന്ധം നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരും. എന്നിട്ട് കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറയും, അർറഹിമു ശിജ്നത്തും മിനർ റഹ്മാൻ, പരമകാരുണികന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം. തജീഉ യൗമൽ ഖിയാമ, ഈ കുടുംബ ബന്ധം നാളെ പരലോകത്ത് കടന്നു വരും. എന്നിട്ട് റബ്ബിനോട് പറയും, ഐ റബ്ബി ഇന്നി ദുലിംതു, അല്ലാഹുവേ ഞാൻ ആക്രമിക്കപ്പെട്ടു, വ ഇന്നി ഉസീഉ ഇലയ്യ, ആളുകൾ എന്നോട് മോശമായി പെരുമാറുന്നു റബ്ബേ, വ ഇന്നി ഖുത്തിഅതു, എന്നോടുള്ള ബന്ധം മുറിച്ചു കളയുന്നു റബ്ബേ, ഞാൻ എന്ത് ചെയ്യണം റബ്ബേ എന്ന് കുടുംബ ബന്ധം അല്ലാഹുവിനോട് പരാതി പറയും പരലോകത്ത്. ഫയുജീബുഹാ റബ്ബുഹാ, പരലോകത്ത് വെച്ച് റബ്ബ് അവനോട് കുടുംബ ബന്ധത്തോട് മറുപടി പറയും, അലാ തർലൈൻ, കുടുംബ ബന്ധമേ നീ തൃപ്തിപ്പെടുമോ, അൻ അത്തഅമൻ ഖതഅകി,
നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നിനക്ക് തൃപ്തി വരുമോ? അതേപോലെ തന്നെ വഅസ്ലമൻ വസലകി, നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കാൻ നിനക്ക് തൃപ്തിയാകുമോ? കുടുംബ ബന്ധം വന്ന് റബ്ബിന്റെ കോടതിയിൽ പരാതി പറയാം, അല്ലാഹുവേ എന്നോടുള്ള ബന്ധ ആളുകൾ മുറിക്കുകയാണ്, എന്നോടെല്ലാവരും അക്രമം ചെയ്യാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹ് പറയാൻ, നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കാം, നിന്നെ മുറിച്ചു കളഞ്ഞവനോട് ഞാൻ ബന്ധം മുറിക്കാം, നിനക്ക് തൃപ്തിയാകുമോ? കുടുംബ ബന്ധം പറഞ്ഞു, അത് മതി. നിങ്ങൾ നോക്കണം സഹോദരങ്ങളെ, ഇത് തമാശയല്ല, ഗൗരവമാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. അയാൾ വന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ, ഒരു മനുഷ്യൻ അയാൾ എന്ത് ചെയ്യണമെന്നറിയോ? അയാളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനോട് ഒരു സഹായം ചോദിച്ചു. സഹായം ചോദിച്ചപ്പോ വസഅലഹു മിൻ ഫദ്ലിഹി, അദ്ദേഹം സമ്പന്നനാണ്. സഹായം ചോദിച്ചപ്പോ ഫമനഅഹു, അയാൾ സമ്പത്തൊന്നും കൊടുത്തില്ല. അയാളുടെ എളാപ്പാന്റെ മകൻ, മൂത്താപ്പാന്റെ മകൻ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി അയാളെ സമീപിച്ചു, ചോദിച്ചു, കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉണ്ടായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ ഫമനഅഹു അല്ലാഹു ഫദ്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ നന്മകളും അവന് തടയപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ദീ റഹിമിൻ യഅതി ദാ റഹിമ, കുടുംബ ബന്ധമുള്ള ഒരാൾ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരനെ സമീപിക്കുന്നു. സാമ്പത്തിക പ്രയാസം വന്നപ്പോ, ബുദ്ധിമുട്ട് വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ, പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി ഘട്ടം വന്നപ്പോ തന്റെ കുടുംബക്കാരനെ സമീപിക്കുന്നു. എളാപ്പാന്റെ മകൻ, മൂത്താപ്പാന്റെ മകൻ സമീപിക്കുന്നു. എന്തിനാ സമീപിക്കുന്നത്? എന്തെങ്കിലും ഒരു സഹായം തരുമോ? അങ്ങനെ ഫയബ്ഖലു അലൈഹി, അയാള് പൈസ കൊടുക്കാതെ പിശുക്ക് കാണിച്ചു. കൊടുക്കാൻ കയ്യിലുണ്ട്, എന്നിട്ട് പിശുക്ക് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇല്ലാ ഉഖ്രിജ ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ മിനൻ നാർ, ആ കൊടുക്കാത്തവന്റെ സമ്പത്ത് മുഴുവനും നാളെ പരലോകത്ത് വലിയൊരു പാമ്പിനെ പോലെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. യതലമ്മദു ഹത്താ യുതവ്വികഹു, നാവ് പുറത്തിട്ട് നിൽക്കുന്ന പാമ്പിനെ പോലെ അവന്റെ സമ്പത്ത് മുഴുവനും പാമ്പിനെ പോലെയാക്കി അവന്റെ കഴുത്തിൽ അണിയിപ്പിക്കപ്പെടും. എന്നിട്ട് നബി തങ്ങൾ ഓതി, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു കൊടുത്ത ഫദ്ലിൽ നിന്ന് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നവൻ വിചാരിക്കേണ്ടതില്ല, അവൻ വിചാരിക്കേണ്ടതില്ല അതൊക്കെ നല്ലതാണെന്ന്. സയതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ പിശുക്ക് കാണിച്ച സമ്പത്ത് മുഴുവനും വലിയ സർപ്പമാക്കി അവന്റെ കഴുത്തിൽ അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളാപ്പാന്റെ മോനാണ്, മൂത്താപ്പാന്റെ മോനാണ്, ഉമ്മന്റെ അനിയത്തിന്റെ മോനാണ്, ഉമ്മന്റെ ജ്യേഷ്ഠത്തിന്റെ മോനാണ്. ഒരു സഹായം ചോദിച്ചു, പിശുക്ക് കാണിച്ചു, കൊടുത്തില്ല. കയ്യിൽ കൊടുക്കാനുണ്ട്. പരലോകത്ത് നമ്മളെ സമ്പത്ത് മുഴുവനും സർപ്പമാക്കി കഴുത്തിൽ അണിയിക്കുമെന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 10ാമത്തെ കാര്യം, കുടുംബ ബന്ധം മുറിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ നമ്മൾ വന്നിരുന്നത്? എന്തിനാ ജുമാക്ക് നമ്മൾ പള്ളിയിൽ വന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ നോമ്പെടുത്തത്? എന്തിനാ ഖുർആൻ ഓതിയത്? എന്തിനാ ദിക്ർ ചൊല്ലിയത്? എന്തിനാ സുബഹിക്ക് പള്ളിയിൽ വന്നത്? ഈ ദിക്റുകളും ദുആകളും നന്മകളും സൽക്കർമ്മങ്ങളും എന്തിനാ ചെയ്തത്? സ്വർഗമെന്ന സ്വപ്നമാണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. സ്വർഗമെന്ന സ്വപ്നം മാത്രമാണ്. അവിടെ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവർ തമ്മിൽ നടന്നൊരു മത്സരമുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സഹാബത്തിനോട് പറയാണ്, സഹാബിമാരെ എല്ലാവരും അള്ളാന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യണം. സഹാബിമാരൊക്കെ സംഭാവന ചെയ്യാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സ് പറയാണ്, എല്ലാ പ്രാവശ്യവും അബൂബക്കറാണ് ജയിക്കല്, ഈ പ്രാവശ്യം എനിക്ക് ജയിക്കണം. അങ്ങനെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സംഭാവനകൾ സമർപ്പിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തും സംഭാവനകളുമായി പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, നബി ഇതാ എൻ്റെ സമ്പത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ നീ എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇതിൻ്റെ പകുതി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു. അപ്പൊ വരുന്നുണ്ട്. ആരാ വരുന്നെന്നറിയോ? ഈ ഉമ്മത്തിലെ ഏറ്റവും ഫളിലുള്ള, ഈ ഉമ്മത്തിലെ ഏറ്റവും ദർജയുള്ള, പ്രവാചകന്മാര് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ പ്രവാചകന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ അസ്സിദ്ദീഖ്, അബൂബക്കർ അതീകും മിനന്നാർ എന്ന് ലോകം വിളിച്ച അബൂബക്കർ വരുന്നുണ്ട്. അബൂബക്കർ വന്നിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ സമ്പത്ത് മുഴുവനും വെച്ചു കൊടുത്തു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ മാ അബ്കൈത ലി അഹ്ലിക്, അബൂബക്കറെ കുടുംബത്തിന് എന്താണ് മാറ്റിവെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹു റസൂലുഹു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് അല്ലാഹു റസൂലുഹു. ആലോചിക്കണം, സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരാണ് നമ്മുടെ മുൻഗാമികൾ. അതാണ് സഹാബിമാർ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുടുംബ ബന്ധം മൂർച്ചവൻ സ്വർഗത്തെ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീം മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് വലിയൊരു ആശങ്കയുടെ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സമീപനങ്ങളും നമ്മളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ അറിയപ്പെട്ടൊരു നിയമസഭ സാമാജികൻ സമർപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുണ്ട്. കേരളത്തിലെ 1.5 വർഷത്തിനിടയിൽ കേരളത്തിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പ്രവേശിപ്പിച്ചവരുടെ കണക്കാണ്. ഏകദേശം 4000-ൽ പരം വരുന്ന വിദ്യാർത്ഥികളെയാണ്, കുട്ടികളെയാണ് കേരളത്തിലെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരു വർഷം കൊണ്ട് പ്രവേശിപ്പിച്ചത്. അതിൽ 60% 20 വയസ്സിന് താഴെയുള്ള +2-ന് പഠിക്കുന്ന, +1-ന് പഠിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വളർന്നു വരുന്ന നമ്മുടെ തലമുറ എത്രത്തോളം തിന്മകളിലേക്ക് ആണ്ടുപോകുന്നു എന്നതിൻ്റെ കണക്കുകളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. സക്കരിയ നബി അലൈഹിസ്സലാം 128 വയസ്സായി. ഭാര്യ ഈശ ബിന്ത് ഫാക്കൂദിന് 98 വയസ്സായി. അവർ പ്രാർത്ഥിച്ചവർക്കൊരു മക്കളെ കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മക്കളെ കുറിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗം എന്നറിയും, ഇന്നാ നുബശ്ശിറുക, നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് പടച്ചോൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അതിലേറ്റവും പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അവർക്ക് ഇസ്ലാമികമായി വളരാൻ ആവശ്യമായ ഗാർഹിക അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതിലൊന്ന്, നമ്മുടെ വീട് ഇസ്ലാമികമാകണം. നമ്മുടെ വീട് ഇസ്ലാമികമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജീവനുള്ള വീടുണ്ട്, ജീവനില്ലാത്ത വീടുണ്ട്. ഏതാണ് ജീവനുള്ള വീട്? മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ ഓർക്കുന്ന വീട്, ഖുർആൻ ഓതുന്ന വീട്, ദിക്റുള്ള വീട്, നന്മകളുള്ള വീട്, അത് ജീവനുള്ള വീടാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ബൈത്തല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ ഓർക്കാത്ത വീട്, അത് ജീവനില്ലാത്ത വീടാണ്. നമ്മുടെ വീട് ജീവനുള്ള വീടാണോ?
ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും, ആ വീട്ടുകാരിൽ ബർക്കത്തുണ്ടാകും. വീട്ടിൽ ബർക്കത്തുണ്ടാകും, വീട്ടുകാരിൽ ബർക്കത്തുണ്ടാകും. അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ അവിടെ 4 നന്മകളുണ്ട്. ഒന്ന്, ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടും. 2, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. 3, ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നന്മകൾ വർദ്ധിക്കും. ആ വീട്ടിൽ നന്മകൾ വർദ്ധിക്കും. അതേപോലെ തന്നെ ആ വീട്ടിൽ റിസ്ക് വർദ്ധിക്കും. ഇതെല്ലാം ഖുർആൻ ഓതുന്ന വീട്ടിലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ അത് ശൈത്താൻ ഇറങ്ങി വരുന്ന വീടാണ്, മലക്കുകൾ ഇറങ്ങി ഓടുന്ന വീടാണ്. ആ വീട്ടിൽ എത്ര നന്മകൾ ഉണ്ടെങ്കിലും, എത്ര പണക്കാരാണെങ്കിലും, എത്ര സമ്പന്നരാണെങ്കിലും അവരുടെ സമ്പത്തിൽ ബർക്കത്ത് കുറഞ്ഞ് കുറഞ്ഞ് അവർ പ്രയാസപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ദീന് പഠിക്കാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കുക എന്നത് രക്ഷിതാക്കളെ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാരാ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. എങ്ങനെയാണ് നമ്മുടെ മക്കളെയും ഭാര്യമാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? അല്ലിമൂഹും വഅദ്ദിബൂഹും. അവർക്ക് ദീന് പഠിപ്പിക്കണം, അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കണം. എങ്ങനെയാണ് ദീന് പഠിപ്പിക്കുക? ദീന് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. നമ്മുടെ വളരെ ചെറിയ കുട്ടികളെ പോലും ദീന് പഠിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ മനോഹരമായ പള്ളി, ഈ കോമ്പൗണ്ടിൽ 3 വയസ്സ് മുതൽ കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള അവസരമുണ്ട്. അൽ ഫിത്ര, ഇവിടെ അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെ മക്കളെ ചേർക്കാനുള്ള അവസരമുണ്ട്. മദ്രസ പഠനം വളരെ മനോഹരമായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കണം. നമ്മുടെ മക്കൾ ദീന് പഠിക്കട്ടെ. നിങ്ങൾ നോക്കൂ, 3 വയസ്സും 3.5 വയസ്സുമുള്ള കുട്ടികൾ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാ, ബാത്റൂമിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എത്ര മനോഹരമാണ്, എന്തൊരു സന്തോഷമാണ്. വാഹനത്തിലേക്ക് കയറിയാൽ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് പറയും, ആയിട്ടില്ല, ബിസ്മില്ലാഹില്ലദീ സുബ്ഹാനല്ലദീ സഖറ ലനാ, പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. എത്ര മനോഹരമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാനായിട്ടില്ല, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന മക്കൾ, അത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന മക്കൾക്ക് ദീന് പഠിക്കാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 21, 22 തീയതികളിൽ മാഹിയിൽ വെച്ച് നടക്കുന്ന അത്തൻമിയ പ്രോഗ്രാം, അത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. റെസിഡൻഷ്യൽ ക്യാമ്പാണ്. 3 ദിവസത്തോളം അവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിൽ 200 കുട്ടികൾ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 200 കുട്ടികൾക്കാണ് അതിൽ പങ്കെടുക്കാൻ കഴിയാം. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. മതപരമായ മുഴുവൻ കാര്യങ്ങളും പറയാനും പഠിപ്പിക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനുമുള്ള വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിലേക്ക് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു ദിവസം മരിച്ച് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അല്ലേ, വെള്ളത്തുണി വിരിച്ച് മയ്യത്തൊക്കെ കുളിപ്പിച്ച് 3 തുണിയിൽ പൊതിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ നമസ്കാരം കഴിഞ്ഞ് 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് അവിടെ കല്ല് വെച്ച് പലക വെച്ച് മണ്ണിട്ട് പോടി തസ്ബീത്ത് ചൊല്ലി പോന്നാൽ പിന്നെ എന്താ നമുക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം 3 കാര്യങ്ങൾ. 1, സ്വദഖത്തുൻ ജാരിയ, ജാരിയത്തായ സ്വദഖ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇൽമുൻ യൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. മരിച്ചാലും ഖബറിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നനഞ്ഞ ഖബറിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് അള്ളാഹിനോട് പറയണം, അല്ലാ, ഈ വാപ്പ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തിയെന്നറിയോ? അള്ളാഹുവേ, വാപ്പാന്റെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ ലഭിക്കുന്നൊരു റഹ്മത്തുണ്ട്. ആ ഖബറിൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എന്നോടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ദർജയിലേക്ക് ഇങ്ങനെ കയറി പോവാൻ,
അയാൾ റബ്ബിനോട് ചോദിക്കാൻ, അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഇത്രമാത്രം ദർജ കിട്ടാൻ ഞാൻ എന്ത് അമലാണ് ചെയ്തത്? എനിക്ക് ഇത്രമാത്രം ദർജ കിട്ടാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകന്റെ പ്രാർത്ഥന കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മക്കളുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലെ ദർജകളിലേക്ക് കയറിപ്പോകാൻ മാത്രം അവർക്ക് നമ്മൾ ദീന് പകർന്നു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ദീനല്ലാത്തൊരു പരിഹാരം ലോകത്തില്ല. ലോകം ഡാർക്ക് ഏജ് എന്ന് വിളിച്ച സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി മുഹമ്മദ് നബി പരിവർത്തിപ്പിച്ചത് ദീന് കൊണ്ടാണ്. അദീന് കൊണ്ടല്ലാതെ ഒരു സമൂഹവും സംസ്കരിക്കപ്പെടുകയില്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉമ്മമാരെ, അള്ളാഹുവിനോട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിങ്ങൾക്കാണുള്ളത്. അത് തട്ടിക്കളിയാത്ത പ്രാർത്ഥനയാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി വ്യക്തിജീവിതവും കുടുംബജീവിതവും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ രോഗികളായ പലരുമുണ്ട്, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ പടഞ്ഞു വീണ് മരിക്കുന്ന കുഞ്ഞു മക്കളുടെ രോദനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ആ നാടിന് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.